നമസ്കാരം. ജന്മദിന ആഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കേക്ക് മുറിക്കുക എന്നത്. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പിറന്നാൾ ആഘോഷിക്കുന്നത് കേക്ക് മുറിച്ചുകൊണ്ടാണ്. ഇപ്പോഴിതാ അത്തരത്തിലൊരു 4 വയസ്സുകാരൻ പിറന്നാൾ ആഘോഷിച്ചതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൻതോതിൽ പ്രചരിക്കുന്നത്. ചിത്രങ്ങൾ വൈറലാകാൻ ഒരു കാരണവുമുണ്ട്. സാധാരണ പിറന്നാൾ കേക്കിൽ മെഴുകുതിരി കത്തിച്ച് വെക്കുന്നവരുണ്ട്. കേക്കിൻ്റെ ഭംഗി കൂട്ടാൻ ചോക്ലേറ്റ്സിലോ പ്ലാസ്റ്റിക്കിലോ തീർത്ത പൂക്കളോ മറ്റും കേക്കിൽ അലങ്കരിക്കുന്നവരുണ്ട്. ചില പിറന്നാൾ ആഘോഷിക്കുന്ന ആളുടെ ചിത്രം തന്നെ കേക്കിൽ വെക്കാറുമുണ്ട്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഈ 4 വയസ്സുകാരൻ പിറന്നാൾ ആഘോഷിച്ചത്. കുട്ടിയുടെ പിറന്നാൾ കേക്കിൽ ഹമാസ് ഭീകരനായ അബു ഉബൈദയുടെ ചിത്രങ്ങളാണ് ഉള്ളത്. ഓസ്ട്രേലിയയിലെ ബേക്കറിയാണ് ഇത്തരമൊരു കേക്ക് നിർമ്മിച്ചത്. ഇതിൻ്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ സംഭവത്തിൽ സിഡ്നി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പിറന്നാളുകാരനായ 4 വയസ്സുകാരൻ കേക്കിൻ്റെ അരികിൽ നിൽക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. അബു ഉബൈദയുടെ ചിത്രത്തിന് സമാനമായ രീതിയിലാണ് കുട്ടി വസ്ത്രം ധരിച്ചിരിക്കുന്നത്. കപ്പ് കേക്കുകളിൽ പോലും ഭീകരന്റെ ചിത്രം ഇടം പിടിച്ചിട്ടുണ്ട്. കുട്ടിയുടെ ജന്മദിനത്തിൽ ഹമാസ് ഭീകരന്റെ ചിത്രമുള്ള കേക്കിനെ ഭയാനകമെന്നാണ് ന്യൂ സൗത്ത് വെയിൽസിന്റെ പ്രീമിയർ ക്രിസ് മിൻസ് വിശേഷിപ്പിച്ചത്. ഹമാസ് ഒരു ദുഷ്ടഭീകര സംഘടനയാണ്. കുട്ടികളുടെ പാർട്ടികൾ നിഷ്കളങ്കവും രസകരവുമായിരിക്കണം. വെറുപ്പ് പ്രചരിക്കാനുള്ള ഇടമാകരുത്. അബു ഉബൈദയുടെ മുഖമുള്ള കേക്കുകൾ ആശങ്കയുണ്ടാക്കുന്നതായും ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹമാസിന്റെ സായുധ വിഭാഗമായ ഇസ് അദ് ദിൻ അൽ ഖസാം ബ്രിഗേഡിന്റെ വക്താവാണ് അബു ഉബൈദ. ഹുസൈഫ സമീർ അബ്ദുള്ള അൽ കഹ്ലൂത്ത എന്നാണ് ഇയാളുടെ യഥാർത്ഥ പേര്. വളരെ അപൂർവമായി മാത്രം പുറം ലോകത്തെത്തുന്ന ഇയാൾ കെഫിയ സ്കാർഫും മുഖംമൂടിയും ധരിച്ചാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഒക്ടോബർ 7 ആക്രമണത്തിന് പിന്നാലെ മുന്നറിയിപ്പില്ലാതെ ബന്ദിയെ വധിക്കുമെന്ന് ഉബൈദ സമൂഹ മാധ്യമങ്ങൾ വഴി ഭീഷണിപ്പെടുത്തിയിരുന്നു. ഹമാസ് ഭീകരർക്ക് ലഭിക്കുന്ന പിന്തുണയിൽ ആശങ്ക രേഖപ്പെടുത്തി ഓസ്ട്രേലിയൻ ജൂത അസോസിയേഷൻ രംഗത്ത് വന്നു. ഇസ്ലാമിക തീവ്രവാദം യഹൂദ സമൂഹത്തിന്റെ മാത്രമല്ല ലോകത്തിന് തന്നെ ഭീഷണിയാണെന്ന് അസോസിയേഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് റോബർട്ട് ഗ്രിഗറി പറഞ്ഞു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.